വെൽക്കം ബാക്ക്. എൻ്റെ പേര് അതുൽ രാജ്. സിനിമ അഡിക്റ്റഡ് W2W ഏവർക്കും സ്വാഗതം. ബ്ലാസ്റ്റ് അങ്ങനെ ബ്ലാസ്റ്റ് മൂവി. ഈ മൂവി ഇറങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഒരുപാട് പോസിറ്റീവ് റിവ്യൂയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാനിവിടെ തന്നെ കാണാൻ പറ്റിയില്ല. നമ്മുടെ ഏരിയ പറഞ്ഞ ഒരു 3 തിയേറ്ററേ ഉള്ളൂ ഈ ലൊക്കാലിറ്റിയിൽ. ആ ലൊക്കാലിറ്റിയിൽ എങ്ങും ഈ സിനിമ എടുത്തിട്ടില്ല. അപ്പൊ ഞാനിവിടുത്തെ എറണാകുളം പോവാം എന്നൊക്കെ പറഞ്ഞപ്പോ ബഡ്ജറ്റ് ശോകം. അവിടെ വരെ പോയ വണ്ടിക്കാശും പിന്നെ ഇത് ടിക്കറ്റ് ഒക്കെ എടുക്കണമല്ല. അപ്പൊ അങ്ങനെ ബഡ്ജറ്റ് ശോകം. അപ്പൊ പോകണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഏരിയയിലായിട്ട് പടം എടുത്തെന്നിറങ്ങി. നേരെ ഒപ്പം തന്നെ ബുക്ക് ചെയ്ത് ഇന്നലെ തന്നെ പോയി. ഇന്നലെ രാത്രിയാണ് പോയത്. അപ്പൊ അന്നേരം വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് ഞാനാണ് വീഡിയോ ഇടുകയാണ്. പടത്തിന്റെ പേര് പോലെ തന്നെ തിയേറ്റർ അങ്ങോട്ട് കത്തിച്ചെന്ന് പറഞ്ഞു, ബ്ലാസ്റ്റ് ചെയ്ത് മൊത്തത്തെ അങ്ങോട്ട് പുകച്ചെന്ന് പറഞ്ഞാൽ മതി. പടത്തിന്റെ ഫസ്റ്റ് സീൻ തൊട്ട് ഏറ്റവും എൻഡ് വരെ ഒരു ലാഗില്ലാണ്ട് അമ്മാതിരി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അല്ല, അമ്മാതിരി ഒരു വൈബ് പടം. എനിക്കത് പടത്തിന്റെ ആ കണ്ടിട്ട് ഇറങ്ങിട്ട് ആ ഒരു കിക്ക് ഇട്ട് പോയിട്ടില്ലെന്ന് അറിയാലേ, അതുപോലത്തെ ഒരു അവസ്ഥയാണ് എനിക്ക് ഇപ്പൊ. നമ്മളെന്തായാലും മദ്യം എന്തെങ്കിലുമൊക്കെ ലഹരി എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഒരു കിക്ക് ഉണ്ടായില്ലേ, ആ കിക്ക് നല്ലപോലെ എഫക്റ്റീവായിട്ട് പിടിക്കുന്നൊക്കെ പറയാം. അതുപോലത്തെ ഒരു കിക്കാണ് എനിക്ക് ഇപ്പോഴാ വിട്ടുമാറ്റം. അമ്മാതിരി എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് മാസിന് മാസ്, ക്ലാസ്സിന് ക്ലാസ്, ആക്ഷന് ഫാമിലി, എല്ലാ ടൈപ്പ് ഓറിയന്റഡ്. അല്ലെങ്കിൽ നമ്മള് ഒരു ഫാമിലി ആയിട്ട് വന്ന് കണ്ടാൽ തന്നെ എല്ലാവർക്കും ഒരേപോലെ കണക്ട് ആവുന്ന കിട്ടില്ല ഒരു കംപ്ലീറ്റ് ഒരു ആക്ഷൻ പാക്കേജ് ഫാമിലി ഓറിയന്റഡ് മൂവി എന്ന് പറഞ്ഞാൽ മതി. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അതില് ഓരോരുത്തരുടെയും കാര്യം എടുത്ത് പറഞ്ഞ ഒരു ഡയറക്ടർ ആണെങ്കിലും ആക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും അലക്ടർ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും എല്ലാം ഈച്ച് ആൻഡ് എവരി വൺ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാൻ കലക്കി അഴിഞ്ഞാടി എന്ന് കൊടുത്താൽ മതി. അവർക്ക് കൊടുത്ത വർക്ക് അവർ പെർഫെക്റ്റ് ആയിട്ട് രക്ഷയില്ലാത്ത രീതിയിലാണ് ഇത്. പടത്തിന് ഒരു ഡിപ്പാർട്ട്മെന്റ് പോലും നെഗറ്റീവ് പറയാനായിട്ട് തോന്നിട്ടില്ല. എല്ലാം വെച്ചാൽ റൈറ്റിംഗ്, ഡയറക്ടർ, സ്റ്റണ്ട്, സ്റ്റണ്ട് ഒരു രക്ഷയില്ല. മസ്റ്റ് ആദ്യം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റണ്ടാണ്. രക്ഷയില്ലാത്ത സ്റ്റണ്ട്. അത് എല്ലാവരുടെയും പേര് എടുത്തു പറഞ്ഞ പറ്റും. ഞാൻ പടത്തിന്റെ ഡയറക്ടർ ആൻഡ് റൈറ്റർ സുഭാഷ് കെ രാജ്, റൈറ്റിംഗും ഡയറക്ഷനും അദ്ദേഹം തന്നെ ചെയ്തിരിക്കുന്നത്. പിന്നെ കാസ്റ്റ് അർജുൻ രാജ്, പ്രീതി സിംഹ, അഭിരാമി, ഇവരൊക്കെയാണ്. പിന്നെ കുറെ ആക്ഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് റോളിൽ കുറെ ടീമൊക്കെ അങ്ങനെയുണ്ട്. എല്ലാവരുടെ പേര് പറയുന്നില്ല. പിന്നെ കമ്പോസർ ബൈ രവി ബസൂർ. പൊന്നെണ്ണ കാട്ടാളൻ കണ്ട ക്ഷീണം. കാട്ടാളനൊക്കെ എന്താണ് നിങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ പറയാം, നിങ്ങൾ ആ KGF ചെയ്തൊരു വിലയുണ്ടായിരുന്നു. KGF ആ മൂവി ഒറ്റ ഒരു മൂവി ഉള്ളതുകൊണ്ട് മാത്രം നിങ്ങളുടെ ഒരു ഇമേജ് ഇത്ര ഹൈ ആയിരുന്നു. അതാ കാട്ടാളൻ അല്ലെങ്കിൽ മാർക്ക വന്നപ്പോ ഒന്നുകൂടി കയറി എന്ന് പറയാം. കാട്ടാളൻ കൊടുക്കുന്നപ്പോ അതെനിക്ക് മൊത്തത്തിൽ ഇടിഞ്ഞെന്ന് പറഞ്ഞാൽ മതി, ഒറ്റ പടം കൊണ്ട് തന്നെ. സത്യം പറയല്ല, അത് വാരി വലിച്ചൊക്കെയാണ് അതിൻ്റെ അകത്ത് BGM നിറച്ചു വെച്ചിരിക്കുന്നത് കാട്ടാളൻ്റെ അത്. എന്തിനായിരുന്നു? പക്ഷെ ആ ക്ഷീണം ഇതിൻ്റെ അകത്ത് രവി ബസൂർ, മജിദ് എന്ന് പറഞ്ഞാൽ മതി. അണ്ണനാണ് ഇതിൻ്റെ അകത്ത് മ്യൂസിക് ചെയ്തിരിക്കണത്, മ്യൂസിക് ഡയറക്ടർ ആണെന്ന് എനിക്കറിയാൻ മേല. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് ഞാൻ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോ ഒരു രക്ഷയില്ല. തകർത്ത് അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രഫി അരുൺ കൃഷ്ണാനന്ദ് രാധാകൃഷ്ണൻ, പുളി ഒരു രക്ഷയില്ല. എഡിറ്റർ പ്രദീപ്. സിനിമാറ്റോഗ്രഫി അരുൺ കൃഷ്ണ രാധാകൃഷ്ണനാണ് സിനിമാറ്റോഗ്രഫി. പിന്നെ എഡിറ്റർ ബൈ പ്രദീപ് കിടിലൻ, ഒരു രക്ഷയില്ല. പിന്നെ വിഷ്വൽ ഹരീഷ് കരുണ, അങ്ങനെയൊക്കെ വിഷ്വല് പ്രദീപ്. മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരാള് സ്റ്റണ്ട് പ്രഭു മാസ്റ്റർ. എന്താണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്? അഴിഞ്ഞാട്ടം. നിങ്ങളുടെ അങ്ങോട്ട് എന്ത് വേണം ചെയ്തെന്ന് പറഞ്ഞ് ഡയറക്ടറായിട്ട് അയച്ചു വിട്ടിരിക്കണമെന്ന് പറഞ്ഞു കൂട്ടായി. അമ്മാതിരി ലെവല് സ്റ്റണ്ടാണ് പടത്തില്. അത് തുടക്കം തൊട്ട് ഒരു ചെറുപ്പകാലം കാണിക്കുന്ന ചികിത്സിക്കുന്നുണ്ട്. ആ സീൻ തൊട്ട് പടത്തിന്റെ എൻഡ് വരെ ഉള്ള കൊടുത്തിരിക്കുന്ന സ്റ്റണ്ട്, അതായത് ഒരു 10-15 മിനിറ്റ് ഗ്യാപ്പിൽ ഓരോരോ സ്റ്റണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അമ്മാതിരി ലെവല് തിയേറ്റർ എക്സ്പീരിയൻസ്. അത് നമ്മള് വായം പൊളിച്ചിരുന്ന് ഇങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇവരെ കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്യിച്ചോ എന്നുള്ള രീതിയിൽ നമ്മളൊരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഒരു, ഞാൻ പറയാ അത് ഒന്നും വേറെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയി പോകുന്നു. മസ്റ്റായിട്ട് പോയി കാണുക. അത് ആശങ്കിങ് അർജുൻ. അയ്യോ, അദ്ദേഹത്തെ പറ്റി പറഞ്ഞില്ലെങ്കിൽ യോഗമാണ്. ഇത്ര നാൾക്ക് ശേഷം അദ്ദേഹം പല ഭാഷകളിലും പല ലാംഗ്വേജിലും പോയി. മലയാളത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഗസ്റ്റ് റോളും ഗസ്റ്റ് അപ്പീരിയൻസ് ആയിട്ടും
അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റോളിലൊക്കെ വന്ന് അങ്ങനെയൊക്കെ തകർത്ത് പോകാറുള്ളതാണ്. പക്ഷെ കുറെ നാൾക്ക് ശേഷം അദ്ദേഹം നായകനായിട്ട് വരുന്ന ഒരു കിടിലൻ മൂവി, അത് നല്ലപോലെ തിയേറ്റർ സ്പിരിറ്റ് അദ്ദേഹത്തിന് അഴിഞ്ഞാടാനായിട്ട് കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞാൽ മതി. ഒരു ലക്ഷ്യമില്ല. അത് കുറെ നാൾക്ക് ശേഷം വന്ന ഒരു പുള്ളി ഹീറോ ആയിട്ട് വന്ന ഒരു മൂവി ആയതുകൊണ്ടേ തകർത്തടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് ഭയങ്കര രക്ഷപ്പെട്ടു, നല്ലപോലെ എനിക്ക് വർക്കായി. അത് എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. എന്റെ ടേസ്റ്റ് വെച്ച് എനിക്ക് നല്ലപോലെ ആ പടം വർക്കായി. എല്ലാവർക്കും എങ്ങനെ വർക്കാവോ ഇല്ലെന്ന് അറിയാൻ പറ്റില്ല. എല്ലാവരും മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണുക. പറ്റുമെങ്കിൽ നല്ലൊരു ഡോൾബി അറ്റ്മോസ് ഉള്ള തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഓക്കെ, ബൈ.